പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജീവിക്കുന്ന ദൈവമായ കർത്താവിലേക്ക് മനസ്സ് തിരിയാൻ ഭാഗ്യം ലഭിച്ച സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹൃദയം കഠിനമാക്കരുത് എന്നതിനെക്കുറിച്ച് അത്രേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് തൻ്റെ ദാസന്മാർക്കും തൻ്റെ ദാസിമാർക്കും നൽകുന്ന നിർദ്ദേശങ്ങളിൽ വളരെ ഗൗരവമേറിയ നിർദ്ദേശമാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ കഠിനമാക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വർഷിക്കുന്ന രക്ഷയുടെയും ജീവൻ്റെയും ദൂതുകളെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നിമിഷങ്ങളിൽ വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഈ ശുശ്രൂഷയുടെ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും പിതാവായ ദൈവം വർഷിച്ചതിൻ്റെ ഒരുപാട് സംഭവങ്ങളും സാക്ഷ്യങ്ങളും കത്ത് വഴിയും ഫോൺ വഴിയും സഗീവൻ ധ്യാനകേന്ദ്രം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നൊരു നേഴ്സും 2 കുട്ടികളുടെ മാതാവും ആകുന്നു. എൻ്റെ ഭർത്താവും കുട്ടികളും ഞാനും കഴിഞ്ഞ മാസം നാട്ടിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 2 ഞായറാഴ്ച ഷാലോം TV യിൽ രാത്രി 8:30 നടക്കുന്ന പ്രോഗ്രാം കാണുവാൻ ഇടവന്നു.
അവിടെ നടക്കുന്ന പ്രാർത്ഥനയോടൊപ്പം ടീമിനോട് ചേർന്ന് ഞങ്ങളും ഞങ്ങളുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് 2 വിഷയങ്ങൾക്കും ദൈവം അത്ഭുതകരമായി മറുപടി തന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒന്നാമതായി എൻ്റെ മൂത്ത മകൻ ബിലൻ്റെ 9 വയസ്സ് പ്രായം. കുഞ്ഞുനാൾ മുതൽ, അതായത് 1 വയസ്സാകുന്നതിന് മുമ്പ് തുടങ്ങി തന്നെ വലത് കൈയിലെ തള്ളവിരൽ കുടിക്കുന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഒരു 5 വയസ്സ് മുതൽ ഇടത് കൈകൊണ്ട് മുടി പറിച്ച് തിരിച്ച് കളയുന്ന ഒരു പ്രകൃതം അവനുണ്ടായി. എപ്പോഴും തലയുടെ ഒരു വശത്ത് മുടിയില്ലായിരിക്കും. കാണുന്നവർ മുഴുവൻ ചോദിക്കും ഇത് എന്ത് പറ്റിയതാണെന്ന്. ഒത്തിരി വഴക്ക് പറഞ്ഞു നോക്കി, തല്ലി നോക്കി, പല ക്രിയകളും ചെയ്തു നോക്കി. എന്നാൽ അവൻ്റെ ഈ ശീലത്തിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ല. അത് കൂടുന്നതല്ലാതെ കുറവുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വേദന പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ വലിയ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറഞ്ഞു. ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകടമായി. പിറ്റേ ദിവസം തുടങ്ങി ഞങ്ങളുടെ മകൻ കൈവിരൽ ചപ്പിയിട്ടില്ല. വല്ലപ്പോഴും അറിയാതെ ഉറക്കത്തിൽ വിരൽ വായിൽ കൊണ്ടുപോകും. അവനത് അറിഞ്ഞാൽ ഉടൻ തന്നെ അത് വലിച്ചു മാറ്റും. മുടി പറിക്കുന്ന സ്വഭാവം പൂർണ്ണമായി മാറി. ഇപ്പോൾ അവിടെ മുടി വളർന്നു വന്ന് സാധാരണ പോലെയായി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. രണ്ടാമതായി, ഞങ്ങൾ സാമ്പത്തികമായി ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ഏറെ കടബാധ്യത അനുഭവിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വീട് വിറ്റ് കടം വിട്ടാൻ ഞങ്ങൾ തീരുമാനിച്ച്. പക്ഷേ വീട് പെട്ടെന്ന് വിൽപ്പന നടക്കാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അഭിഷേകത്തിന് പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചത്, കർത്താവെ ഞങ്ങളുടെ വീട് വിൽപ്പന നടത്തി തരണമേ എന്ന്. അതിൻ്റെ ഫലമായി പിറ്റേ ഞായറാഴ്ച ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ വിൽപ്പന നടന്നു. ഇപ്പോൾ ഞങ്ങൾ കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ കൃപയ്ക്ക് ആശ്രയിച്ച് എളിമപ്പെട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബമായി കർത്താവിൻ്റെ സന്നിധിയിൽ വിരാജിക്കുന്നു. യേശുക്രിസ്തുവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു നേഴ്സ്, ആ നേഴ്സിൻ്റെ കുടുംബത്തിലെ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം അത്ഭുതങ്ങളുടെ നിമിഷമായി കർത്താവ് അഭിഷേകം ചെയ്യുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച്, യേശുവേ അങ്ങയുടെ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് പ്രകടമാകട്ടെ. യേശുവേ അങ്ങയുടെ ശക്തി എൻ്റെ കുടുംബത്തിലേക്ക് പ്രകടമാകട്ടെ. യേശുവേ അങ്ങയുടെ ശക്തി എൻ്റെ രോഗത്തിലേക്ക് പ്രകടമാകട്ടെ. യേശുവേ എല്ലാ തടസ്സങ്ങളിലേക്കും അങ്ങയുടെ ശക്തി പ്രകടമാകട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറട്ടെ, ജോലി തടസ്സങ്ങൾ മാറട്ടെ, കടബാധ്യതയുടെ തടസ്സങ്ങൾ മാറട്ടെ, എല്ലാ കെട്ടുകളും അഴിയട്ടെ, കുടുംബത്തിലെ പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, ഇപ്പോൾ ഈ നിമിഷം തന്നെ ഓരോ മകനെയും ഓരോ മകളെയും സ്പർശിക്കണമേ. ഓരോ കുടുംബത്തിൽ നിന്നും കെട്ടുകൾ അഴിയുന്ന അത്ഭുത വിടുതലിൻ്റെ അനുഭവം ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിലും സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ ബന്ധനങ്ങൾ അഴിയട്ടെ, സാമ്പത്തിക തടസ്സങ്ങൾ മാറട്ടെ, വിവാഹ തടസ്സങ്ങൾ മാറട്ടെ, ജോലിയുടെ തടസ്സങ്ങൾ മാറട്ടെ, വിസ തടസ്സങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഈ വചനം കേൾക്കാൻ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ തടസ്സമുള്ള ദൈവമക്കളിൽ നിന്ന് ഇപ്പോൾ തന്നെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവരെ ഏകീകരിക്കട്ടെ, പരിശുദ്ധാത്മാവരെ ഒന്നിച്ചു കൂടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും സമൂഹങ്ങളിലും ഇപ്പോൾ പ്രകടമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിയമാവർത്തന ഗ്രന്ഥത്തിൽ 29-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം പഠിപ്പിക്കുന്നു. അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തൻ്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ വചനത്തിൻ്റെ അർത്ഥം? അന്യദേവന്മാരെയും ദേവിമാരെയും ആരാധിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ പറിച്ചു മാറ്റുന്നവൻ, പാപം ചെയ്യാൻ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി വെക്കുന്നവൻ,
ആ വ്യക്തിയെക്കുറിച്ചാണ് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുന്നത്. ആ വ്യക്തിയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന പ്രകാരമാണ്, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അങ്ങനെയുള്ളവൻ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് വിചാരിക്കുന്നു. അനേകം വ്യക്തികളുടെ മേൽ പിടികൂടിയിരിക്കുന്ന ഒരു പൈശാചിക പീഡയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന ചിന്ത. ഇതൊരു പൈശാചിക പീഡയാണ്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും എനിക്ക് കുഴപ്പമൊന്നും വരികയില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും എനിക്കൊരു പ്രശ്നവും സംഭവിക്കുകയില്ല, എൻ്റെ ദൈവം നന്മയോ തിന്മയോ ചെയ്യാൻ വരികയില്ല എന്ന ബോധത്തോടെ, എന്ന ചിന്തയോടെ അനേകം ദൈവമക്കൾ ഇന്ന് തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലരും ഇന്ന് മദ്യപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയാണ് ഹൃദയത്തെ കഠിനമാകുന്നത്. ഞാൻ മദ്യപിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്തിരി മദ്യപിച്ചെന്ന് വിചാരിച്ച് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ എൻ്റെ പൈസ കൊണ്ടല്ലേ മദ്യപിക്കുന്നത്, ഞാൻ എൻ്റെ പൈസ കൊണ്ടല്ലേ ഈ തിന്മ ചെയ്യുന്നത്, ഞാൻ വ്യഭിചരിക്കുന്നു, ഞാൻ വല്ലപ്പോഴും ഒരു വ്യഭിചാരത്തിന് പോകുന്നത് ഒരു തെറ്റൊന്നുമില്ല, ഞാൻ എൻ്റെ പൈസ കൊണ്ടല്ലേ ചെയ്യുന്നത്, എനിക്ക് ആവശ്യമുള്ള കാര്യമല്ല ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും എനിക്ക് കുഴപ്പമൊന്നും വരികയില്ല എന്ന ധാർഷ്ട്യത്തോടെ, ദുശാഠ്യത്തോടെ കർത്താവിൽ നിന്ന് ഹൃദയം പറിച്ചു മാറ്റി പാപത്തിലേക്ക് പോകുന്ന ദൈവമക്കളുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് സെഫാനിയ പ്രവാചന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സെഫാനിയ 1:12. കർത്താവ് വിളക്കുമായി വന്ന് ജെറുസലേമിനെ പരിശോധിക്കും, കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മകഥം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കടന്ന് ചീർക്കുന്നവരെ അന്ന് ഞാൻ ശിക്ഷിക്കും. സെഫാനിയുടെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യം. അവരുടെ മേൽ കഷ്ടത പെയ്തിറങ്ങും, അപ്പോൾ അവർ അന്ധരെ പോലെ നടക്കും, എന്തെന്നാൽ അവർ തങ്ങളുടെ കർത്താവിനെതിരായി ദുശാഠ്യത്തോടെ പാപം ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറിക്കപ്പെടും. അവരുടെ രക്തം പൊടി പോലെയും അവരുടെ മാംസം ചാണകം പോലെയും ചിതറിക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇതൊരു സത്യമാണ്. ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് നിന്റെ ഹൃദയത്തിൽ നീ ധാർഷ്ട്യത്തോടെ പാപത്തിലേക്ക് പോകരുത്. എൻ്റെ ഹൃദയാഭിലാഷങ്ങൾക്ക് ഒത്ത് ഞാൻ ജീവിക്കും, ഞാൻ അങ്ങനെ ജീവിച്ചാൽ എനിക്കൊന്നും വരികയില്ല എന്ന് നീ ചിന്തിക്കരുത്. ഒരു ദൈവപൈതലിൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഈ കേരളക്കരയിൽ വിശ്വാസ കുടുംബത്തിൽ ജനിച്ച് 10-ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ച് കർത്താവിൻ്റെ വഴിയിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശുദ്ധി ജീവിച്ചിരുന്ന ദൈവപൈതൽ, അവൻ ഒരു നാൾ ജോലിയുടെ ആവശ്യത്തിനായി ബോംബെയിലേക്ക് പോയി. അവിടെ വർഷങ്ങളോളം അവൻ ജീവിക്കേണ്ടി വന്ന്. അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവന് ചില പാളിച്ചകളുണ്ടായി. അവനങ്ങനെ ഒത്തിരി തകർന്ന് ഒരു ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അച്ഛനോട് പറഞ്ഞു, ഇത്രയും വലിയൊരു കുരിശ് എൻ്റെ മേൽ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഇത്രയും വലിയൊരു കുരിശ് എൻ്റെ മേൽ എൻ്റെ ദൈവം വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ചോദിച്ചു, എന്ത് കുരിശാണ് ദൈവം നിൻ്റെ മേൽ വെച്ചിരിക്കുന്നത്? അപ്പോൾ അവൻ പറയുകയാണ്, അച്ഛാ, ഇന്ന് ഞാൻ ഒരു വലിയ എയ്ഡ്സ് രോഗിയാണ്. ഇന്ന് ഈ രോഗത്തിന് ഇനി എന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ, ഈ രോഗത്തെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ ആർക്കും കഴിയുകയില്ലെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്നത്. അവൻ വേദനയോടെ കരയുകയാണ്. അവൻ്റെ ശരീരം മെലിഞ്ഞ്, അവൻ്റെ ജീവിതം തകർന്ന്, അവൻ്റെ മനസ്സ് ഇടിഞ്ഞ്, അവൻ ഇന്ന് ദുഃഖത്തിൻ്റെ ഭാരത്താൽ അവൻ വിഷമിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ചരിത്രം അച്ഛൻ ശ്രദ്ധിച്ചു. അവൻ പറഞ്ഞു, ബോംബെയിൽ വന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ പള്ളിയിലൊക്കെ പോയി, എന്നാൽ ചീത്ത കൂട്ടുകെട്ടുകൾ വന്നു, ചീത്ത കൂട്ടുകെട്ടുകൾ മുഴുകി. അങ്ങനെ ദേവാലയ കർമ്മങ്ങൾ ഉപേക്ഷിച്ചു, വിശ്വാസം ഉപേക്ഷിച്ചു, സന്ധ്യാപ്രാർത്ഥന ഉപേക്ഷിച്ചു. അവൻ ചിന്തിച്ചു, ഞാൻ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താണ് ഒരു ജീവിതം? അങ്ങനെ അവൻ ആ ബോംബെയിൽ അശുദ്ധിയിൽ മുഴുകി, വ്യഭിചാരിണികളുടെ അടുത്തേക്ക് പോയി, വേശ്യാവൃത്തി നടത്തുന്ന വേശ്യകളുടെ അടുത്തേക്ക് അവൻ പോയി. അവൻ ഒരു തവണയല്ല പലതവണ പാപത്തിൽ മുഴുകി. അവൻ ഒന്നിനു പുറകെ ഒന്നായി അവൻ പാപത്തിൽ മുഴുകി. ഇന്ന് അവൻ്റെ ജീവിതം തകർന്ന് മനസ്സിടിഞ്ഞ് നിരാശയും വേദനയും ദുഃഖവും നിറഞ്ഞ ഒരു മനുഷ്യനായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ മേൽ ഈ വചനം അന്വർത്ഥമായി. സെഫാനിയ 1:13. അവരുടെ വസ്തുവകൾ കവർച്ച ചെയ്യപ്പെടും, അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും, അവർ വീട് പണിയും എങ്കിലും അതിൽ വസിക്കുകയില്ല, അവർ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയില്ല. അവൻ വീട് പണിയും എന്നാൽ അതിൽ വസിക്കുകയില്ല, അവൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുമെങ്കിലും അതിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയില്ല, അവരുടെ ഭവനങ്ങൾ ശൂന്യമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുതന്നെയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ദൈവമക്കളെ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനങ്ങളാൽ ദൈവം പഠിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും, ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും, അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല,
അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. ഇതൊരു വലിയ സത്യമാണ്. ഇതൊരു വലിയ സത്യമാണ്. നിങ്ങൾ പാപം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് കർത്താവിൽ നിന്ന് നിങ്ങൾ പറിച്ചു മാറ്റരുത്. കർത്താവിൽ നിന്ന് പറിച്ച്, എൻ്റെ മകനെ, എൻ്റെ മകളെ, ഇന്നൊരു പക്ഷേ ചോരത്തിളപ്പുള്ള കാലത്തിൽ അതിൻ്റെ അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നൊരു പക്ഷേ പണക്കൊഴുപ്പിൻ്റെ അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നൊരു പക്ഷേ അറിവിൻ്റെ അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്നൊരു പക്ഷേ ധാർഷ്ട്യത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഒരു ജീവിതമായിരിക്കാം നിൻ്റെ ജീവിതം. നിൻ്റെ ധാർഷ്ട്യം, നിൻ്റെ അഹങ്കാരം, നിൻ്റെ പണക്കൊഴുപ്പ്, നിൻ്റെ ചോരത്തിളപ്പ് ഇതിന്ന് എല്ലാ കാലത്തും എപ്പോഴും നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് നീ ജീവിക്കരുത്. ഇന്ന് നിനക്ക് ചോരത്തിളപ്പുണ്ട്, ഇന്ന് നിനക്ക് പണക്കൊഴുപ്പുണ്ട്, ഇന്ന് നിനക്ക് ബന്ധുബലമുണ്ട്, ഇന്ന് നിനക്ക് സ്നേഹിതന്മാരുടെ പടയുണ്ട്, ഇന്ന് നീ വിചാരിച്ചാൽ എന്ത് നടക്കും എന്നൊരു സാഹചര്യത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ പോലും, എൻ്റെ പ്രിയ മകനെ, മകളെ, നിന്നോട് ദൈവമായ കർത്താവ് ഇതാ ഈ നിമിഷം നിന്നോട് പറയുകയാണ്, നിന്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് നീ ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് നീ പറയരുത്, എന്ന് നീ പറയരുത്, എന്ന് നീ പറയരുത്. ഇതിനെല്ലാം പരിണത ഫലമുണ്ട്, ഇതിനെല്ലാം പ്രത്യാഘാതമുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും, മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും അതിൻ്റെ പരിണത ഫലം, അതിൻ്റെ പ്രത്യാഘാതം ഇരിക്കുന്നു. അത് വരിക തന്നെ ചെയ്യും. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ദൈവം ക്ഷമിക്കുമെന്ന് കരുതി നീ പാപം ചെയ്യരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം അതിൽ 5-ാമത്തെ വാക്യം, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും നീ പാപം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമപ്പെടാം, കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതകാലത്ത് എൻ്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ച് പാപം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം എൻ്റെ കർത്താവിൽ നിന്ന് ഹൃദയം പറിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തിന്മാക്കി ഞാൻ ഒരിക്കലും അടിമപ്പെടാതിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 29-18-19 വാക്യങ്ങളിൽ അവിടെ നിന്ന് പഠിപ്പിച്ചു, അന്യദേവന്മാരെ, അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. ദേവന്മാരെ ആരാധിക്കാൻ, ദൈവമാരെ ആരാധിക്കാൻ, പാപം ചെയ്യാൻ, മദ്യപിക്കാൻ, ബ്ലൂ ഫിലിം കാണാൻ, ചീത്ത കൂട്ടുകെട്ടുകൾ മുഴുകാൻ, ജഡത്തിൻ്റെ വെറിക്കൂത്തുകൾ മുഴുകാൻ, ഒരുപാട് ഈ ലോകത്തിന് സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഇൻ്റർനെറ്റിലുള്ള എല്ലാ അശ്ലീലത്തിലും മുഴുകാൻ, ഓരോ തരത്തിലുള്ള ജഡത്തിൻ്റെ വെറുക്കൂത്തുകളിൽ മുഴുകി പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് കുതിക്കാൻ, എൻ്റെ മകനെ പടക്കുതിര പടക്കളത്തിലേക്ക് പായുന്നത് പോലെ പാപത്തിലേക്ക് കുതിക്കാൻ നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്റെ ഹൃദയം നീ അകറ്റിക്കളയരുത്. എൻ്റെ ഹൃദയാഭിലാഷത്തിന് ഒത്ത് ഞാൻ ജീവിക്കുമെന്ന് നീ പറയരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഈ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേൽ ധാർഷ്ട്യത്തിൻ്റെ അരൂപി അവിടുന്ന് തകർത്ത് കളയണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവൻ അയച്ച ദുശാഠ്യത്തെ അവിടുന്ന് തകർത്ത് കളയണമേ. ആര് പറഞ്ഞാലും ഞാൻ ഈ വഴിക്ക് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ നിന്ന് നീ ധാർഷ്ട്യത്തിൻ്റെ അഹംഭാവത്തിൻ്റെ ദുഷ്ടാത്മാവിനെ നീ ആട്ടിപ്പായിക്കുക. ഈ നിമിഷം ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കട്ടെ. നീതിമാന്മാരുടെ വേഗത്തിലേക്ക് അനുസരണമില്ലാത്ത മക്കൾ പ്രവേശിക്കട്ടെ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ വിവേകം നഷ്ടപ്പെട്ടവർക്ക് വിവേകം വീണ്ടും കിട്ടട്ടെ, വിശുദ്ധി നഷ്ടപ്പെട്ടവർക്ക് വിശുദ്ധി വീണ്ടും കിട്ടട്ടെ, ദൈവകൃപ നഷ്ടപ്പെട്ടവർക്ക് ദൈവകൃപ വീണ്ടും കിട്ടട്ടെ. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് മുമ്പിൽ വിനീതനാകാൻ, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടാൻ, ദൈവത്തിൻ്റെ വഴികൾ അന്വേഷിക്കാൻ, ദൈവിക കാര്യങ്ങളിൽ ആനന്ദിക്കാൻ തക്കവിധം അത്ഭുത ശക്തി ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് ധാർഷ്ട്യത്തിൻ്റെ ആത്മാവ് വിട്ടൊഴിഞ്ഞു പോകട്ടെ. ധാർഷ്ട്യത്തിൻ്റെ ആത്മാവേ, അഹങ്കാരത്തിൻ്റെ ആത്മാവേ, ദുശാഠ്യത്തിൻ്റെ ആത്മാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, ദൈവമക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും വിട്ടൊഴിഞ്ഞു പോവുക, ദൈവമക്കളുടെ ഹൃദയങ്ങളെ വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, എല്ലാ അശുദ്ധ ശക്തികളും എല്ലാ തരത്തിലുള്ള ധാർഷ്ട്യത്തിൻ്റെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ 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 അങ്ങയുടെ വഴികളിലൂടെ നടക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന, അങ്ങയോട് പ്രാർത്ഥിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഹൃദയങ്ങൾ എല്ലാ മക്കൾക്കും പ്രദാനം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും സ്വർഗീയമായ സമാധാനം ഒഴുകട്ടെ കർത്താവേ. ഒത്തിരി കാലമായി ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് സ്വർഗീയ സമാധാനം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവമേ, വൈകൃത സ്വഭാവങ്ങളെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകൃത സ്വഭാവങ്ങൾ സുഖപ്പെടുത്തും. ഞാൻ പാപം ചെയ്യും, എനിക്ക് എന്ത് സംഭവിക്കും എന്ന ദുശാഠ്യത്തോടു കൂടെ മുമ്പോട്ട് പോകുന്ന മക്കളെ മാനസാന്തരത്തിൻ്റെ അഭിഷേകത്തിലേക്ക് അവിടെ തിരികെ കൊണ്ടുവരണമേ. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന മർക്കടമുഷിയോടുകൂടെ മർക്കടമുഷി സ്വഭാവത്തോടെ മുന്നോട്ട് പോകുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ കർത്താവേ. കുതിർന്നതും വരണ്ടതും തമ്മിൽ എനിക്ക് വ്യത്യാസമില്ല, ഞാനിങ്ങനെ പോകും, കർത്താവ് നന്മയോ തിന്മയോ ചെയ്യാൻ വരികയില്ല എന്ന് ആത്മകഥം ചെയ്ത് പാപത്തിൻ്റെ മട്ട് വരെ കുടിച്ചിറക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ഈശോയെ എഴുന്നള്ളി വന്ന് അനുതാപം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയാനുള്ള അത്ഭുത കൃപ ഈ നിമിഷം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുപാട് കാലങ്ങളായി പ്രാർത്ഥനയില്ലാത്തവർ, ഒരുപാട് കാലങ്ങളായി കൂദാശകൾ ഉപേക്ഷിച്ചവർ, ഒരുപാട് കാലങ്ങളായി ദൈവമില്ലാതെ നടക്കുന്നവർ, ഒരുപാട് കാലങ്ങളായി വിശ്വാസം നഷ്ടപ്പെട്ടവർ, ഒരുപാട് കാലങ്ങളായി ഹൃദയത്തുറവി കിട്ടാത്തവർ, ഒരുപാട് കാലങ്ങളായി ആത്മീയ മന്ദത ബാധിച്ചവർ, ആത്മീയ മരവിപ്പിലിരിക്കുന്നവർ, എല്ലാവരുടെ മേലും സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇടിമിന്നൽ പോലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ യേശുവിനെ വിളിക്കുക. ഇപ്പോൾ സൗഖ്യം വ്യാപിക്കുന്നു, ഇപ്പോൾ രോഗികൾ സുഖപ്പെടുന്നു, ഇപ്പോൾ തിന്മകൾ വിട്ടുപോകുന്നു, ഇപ്പോൾ ബന്ധനങ്ങൾ അഴിയുന്നു, ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. ഉറക്കെ വിളിക്കുക, കരങ്ങൾ ഉയർത്തി വിളിക്കുക, യേശുവിന്റെ നാമത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതത്തിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈ തിരുശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിച്ച് ലോകമെമ്പാടും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോൾ വർഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി പിതാവേ, ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളെ അവിടുന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്ഥാപനങ്ങൾ അവിടുന്ന് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, തകർന്ന ജീവിതങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ബേബി. ഞാൻ കോഴിക്കോട് കല്ലനോട് നിന്ന് വരുന്നു. ഞാൻ ഒരു എക്സ് മിലിറ്ററി കൂടിയാണ്. ഞാൻ വർഷങ്ങളായി മുട്ട കുത്താൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. പള്ളിയിൽ പോയാൽ ഞാൻ ഒരിക്കലും മുട്ട കുത്താത്തൊരു വ്യക്തിയാണ്. പക്ഷേ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമായിട്ട് 2 വർഷമായിട്ട് എൻ്റെ 2 ബൈക്ക് ആക്സിഡൻറ്റിൽ 2 മുട്ടിനും പൊട്ടുണ്ട്. ഇന്നലെ കുമ്പസാരിക്കുമ്പോൾ പോലും ഞാൻ കസാരയിട്ട് കുമ്പസാരിച്ച വ്യക്തിയാണ്. ഇന്നലത്തെ വിശുദ്ധ കുർബാനയുടെ സമയം മുതൽ എനിക്ക് മുട്ട കുത്താൻ വലിയ വിഷമമൊന്നുമില്ല. ഇന്നും കൂടെ പരീക്ഷിച്ച് നോക്കി. ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുട്ടുകുത്തിന്റെ മുഴുവൻ ഭാഗവും മുട്ടുകുത്തി നിന്നു. ഒരു വിഷമം ഉണ്ടായില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങളായി മുട്ടുകുത്താൻ പറ്റാതിരുന്ന ഈ സഹോദരന് ഇന്നലെ തൊട്ട് മുട്ടുകുത്താനുള്ള അത്ഭുത സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഒന്ന് മുട്ടുകുത്താവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആക്സിഡന്റ് ഫലമായിട്ട് 2 മുട്ടിനും കേടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്നലെ കുമ്പസാരിക്കുമ്പോൾ പോലും ഇരുന്നാണ് കുമ്പസാരിക്കേണ്ടി വന്നത്. പക്ഷേ ഇതാ ഇന്നലത്തെ കുർബാന തൊട്ട് കർത്താവ് സൗഖ്യം കൊടുത്ത് കുമ്പസാരത്തിന് അത്ഭുത ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.